ഹായ്, നമുക്കിന്ന് ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കുറച്ച് ചേരുവകളും മാത്രം മതി. വീട്ടിൽ പാർട്ടി ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കോൺഫ്ലോർ. കോൺഫ്ലോറിന് പകരം കസ്റ്റാർഡ് പൗഡർ ചേർത്താലും മതി. ഒരു നുള്ളു ഉപ്പ്, കൂടുതൽ ചേർക്കരുത്, ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒന്നിച്ചൊഴിക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കട്ടയൊന്നും കൂടാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് പാലിങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എത്രയൊക്കെ കലക്കിയാലും ചിലപ്പോൾ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ആ കട്ടയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കലങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. തീ മീഡിയത്തിലോട്ട് ഇടുക, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കോൺഫ്ലോർ ഒക്കെ ചേർത്തിട്ടുണ്ടോണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും. അപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു വരാനും ചാൻസ് ഉണ്ട്. ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് തീ സിമ്മിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ തവിയിൽ കോട്ടായിട്ടിരിക്കണം. അതുവരെ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ തവിയിൽ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ തവിയിൽ ഇങ്ങനെ കുറച്ച് കോട്ടായിട്ട് വരണം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ബൗളിലാണ് ഒഴിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള പരന്ന പാത്രത്തിൽ ഒന്നിച്ചൊഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താലും മതി. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ കഴിക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ തുറന്നിട്ടൊന്നും വയ്ക്കരുത്. ഞാനൊരു ക്ലീൻ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് വച്ചത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.